ബലിപെരുന്നാൾ ആശംസകൾ. അങ്ങനെ അടുക്കളയിലെത്തിയപ്പോ പായസവും ഫുഡൊക്കെ റെഡിയാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് പെരുന്നാളും നിസ്കരിച്ചിട്ട് നമ്മൾ വേഗം ഔട്ട്ഫിറ്റ് മാറ്റാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇതാണ് എദ്ദുന്റെ ഡ്രസ്സ് വന്നിട്ട്. അപ്പൊ ഇതാണ് ഞാൻ എടുത്ത ഡ്രസ്സ്. അങ്ങനെ സൽവാറൊക്കെ മാറ്റി ഞാനും റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ജുമാന എത്തിട്ടോ. ഇതാണ് ഞാൻ എന്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ അവരൊക്കെ സെയിം ആണ് കേട്ടോ ഏകദേശം. അങ്ങനെ നമ്മൾ ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ നമ്മൾ നേരെ ഫാമിലി മെമ്പേഴ്സിനെ കാണാൻ വേണ്ടി പോവാണ് ഈ പെരുന്നാൾക്ക്. അതാണ് പരിപാടി. ആദ്യം തന്നെ നമ്മൾ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ടാൾക്കാരെ കാണാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. അവിടെ പോയി അവരോട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സലാം പറഞ്ഞ് നമ്മൾ നേരെ തറവാട്ടിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ ആരുമില്ല. അങ്ങനെ ഒരു ചാമ്പൊക്കെ പറിച്ച് തിന്ന് പിന്നെ കാർണോന്റെ വീട്ടിലേക്ക് പോയി. അവിടെ നല്ല അടപ്രഥമൻ പായസം ഉണ്ടായിരുന്നു, അത് കുടിച്ച്. അവിടുന്ന് നേരെ പോയത് മൂത്തുമ്മാന്റെ വീട്ടിലായിരുന്നു. അവിടെ ബിരിയാണി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ബിരിയാണി കഴിച്ച് പിന്നെ എന്റെ ഇത്താത്താന്റെ വീട്ടിലേക്ക് പോയി. അവിടുന്ന് പുഡിങ്ങും പിന്നെ കുറച്ച് പിസ്തയും ഒക്കെ കഴിച്ച്. അവിടുന്ന് പിന്നെ നേരെ പോയത് എന്റെ വേറൊരു മൂത്തുമ്മാന്റെ വീട്ടിലായിരുന്നു. അവിടുത്തെ ഇപ്പൊ ഒരാട് പ്രസവിച്ചിട്ട് 2 കുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവിടുന്ന് പായസം കുടിച്ച് പിന്നെ നേരെ വേറൊരു കസിന്റെ വീട്ടിൽ പോയി. അവിടുന്ന് കുറച്ച് പായസവും കുടിച്ചു. പിന്നെ നമ്മൾ നേരെ പോയത് റംസിന്റെ വീട്ടിലേക്കാണ് കേട്ടോ. നമ്മളെ റിലേറ്റീവും കൂടിയാണ്. അങ്ങനെ അവിടെ എത്തി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു വീട്ടിൽ പോയി. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇനി നമ്മൾ പോകാൻ പോകുന്നത് ജുമാനന്റെ കസിൻസിന്റെ ഒക്കെ വീട്ടിലാട്ടോ. ഫസ്റ്റ് വീട്ടിൽ പോയപ്പം അവിടെ ആളില്ല, ഡ്രോപ്പ് ആയി പോയി. രണ്ടാമത്തെ വീട്ടിൽ പോയപ്പോൾ നമുക്ക് അവിടുന്ന് പായസവും ബിരിയാണിയും ഒക്കെ കിട്ടി. അങ്ങനെ മൂന്നാമത്തെ വീട്ടിലെത്തിയപ്പം അവിടുന്ന് നമുക്ക് കിട്ടിയത് പഴംപൊരി ആയിരുന്നു. പക്ഷെ ഏകദേശം നമ്മുടെ വയറൊക്കെ ഫുൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ വീട്ടിൽ നിന്നും കുറച്ച് കഴിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ പോയത് ഇളമാന്റെ വീട്ടിലായിരുന്നു. അവളെ അവിടുന്ന് ഐസ്ക്രീം കഴിച്ച് പിന്നെ നേരെ പോകുന്നത് എന്റെ ഇളമാന്റെ വീട്ടിലാണ്. അവിടുന്ന് നമ്മൾ പായസം കുടിച്ച് പിന്നെ നേരെ പോയത് ഉപ്പാൻ അനിയന്റെ വീട്ടിലാണ്. അവിടുന്ന് ബിരിയാണിയും കഴിച്ചു. അങ്ങനെ ഈ വർഷത്തെ നല്ലൊരു പെരുന്നാൾ കൂടെ ഇവിടെ കഴിഞ്ഞു.